ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാം. ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിക്കനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ പുരട്ടി വെച്ചതാണ്. പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്തിരി നാളായില്ലായിരുന്നു നമ്മൾ ചിക്കൻ വറുത്ത് കറി വെച്ചിട്ട്. എന്നും അല്ലാതെ നോർമൽ ചിക്കൻ കറി അല്ലായിരുന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. നമുക്ക് അച്ചമ്മച്ചിയെ കൊണ്ടേ കേറ്ററിംഗ് സ്പെഷ്യൽ വറുത്ത ചിക്കൻ കറി വെക്കാവേ. ഞാനിതേ വറുത്ത് തരാവേ. അവിടെ മറ്റേ കേറ്ററിങ്ങിനൊക്കെ കറി വെക്കുവല്ലേ, നമ്മൾ ബിരിയാണിക്കൊക്കെ കറി വെക്കുവല്ലേ, അതുപോലെ വെച്ച് തരണേ. നല്ല അത് നല്ല കറിയല്ലേ, നമ്മൾ ഈ കേറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നേ. സവോള വെച്ചിട്ടേ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ്. അത് പേസ്റ്റ് മല്ലിയില കുറച്ചുണ്ടെന്ന് തോന്നുന്നു. വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു, ഇന്നായതുകൊണ്ട് കിട്ടത്തില്ലല്ലോ. ഇത് രണ്ടായിട്ടിടാം. ഇത്രയും വറുത്ത് പോരാ, ആദ്യം അതാദ്യം വറുത്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ അവിടെ കിടന്നൊന്ന് വറന്ന് വരട്ടെ. ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കനെല്ലാം ഫ്രൈ ആയി. നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. കോരിയെടുത്തിട്ട് നമുക്ക് ഇത് ചിക്കന് നെയ്യ് ഉണ്ടായിരുന്നത് കൊണ്ട് എണ്ണ അധികം ചിലവായിട്ടില്ല. ഇനി നമുക്ക് ഒന്നും പറയല്ലേ. ഇല്ല, ഇത് നന്നായിട്ട് വറത്തില്ല, വെന്തില്ല കേട്ടോ. നല്ല ഫ്രൈ ആക്കിയിട്ടില്ല. ഇതിന് നമുക്ക് ഗ്രേവിക്കകത്തും കൂടെ കിടന്ന് വേകണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുത്തേ ഉള്ളൂ. എന്നുവെച്ചാ ഒരു പകുതി വെന്തു. വേണ്ട ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പണി എനിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെച്ച് വന്നാൽ മതി. ശരി. ചിക്കൻ വറുത്ത് കോരി വെച്ചു. വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അടുകിട്ട് പൊട്ടി. ഇനി സവോള അങ്ങോട്ടിടാം. ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ സവോളയും വഴറ്റിയെടുക്കാം. ചിക്കന് വറുത്തതിന് ചിക്കൻ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി സവോളയ്ക്ക് എരിഞ്ഞ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയെ പകുതി വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടെ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളെല്ലാം കൂടെ ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാതെ. ചിക്കൻ കറിക്കുള്ള ഗ്രേവിയൊക്കെ നല്ലപോലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു. അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഗ്രേവിക്കകത്തോട്ട് കൊടുക്കുക. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? അടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പാ. ഡിസംബർ ആകുന്നതിന്റെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ കേട്ടോ. വലിയ കമ്പിളിയൊക്കെ എടുത്ത് വെളിയിൽ ചാടിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ. ആണോ? ഡിസംബർ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ താമസിക്കാൻ കോരത്തോട്ടിലൊരു വീട് വേണം. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് ആയ അവിടെ നിൽക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ചൂട് കാരണം അപ്പൊ നമുക്ക് ഇവിടെ ചേർണം. അപ്പം ചുരുക്കി പറഞ്ഞ ഇടുക്കിയിലും കോട്ടയത്തുമായിട്ട് സെറ്റ് ചെയ്യണം. അതെ, 2 വീട് വേണം. നടക്കാനേ നേരം കാണുള്ളൂ. തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ നമ്മൾ ഓർക്കുന്ന ഇതിലും വലിയ തണുപ്പുള്ള സ്ഥലങ്ങളില്ല എന്നൊക്കെ. പക്ഷെ ഉണ്ട്. പക്ഷെ അതാ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി സമ്മതിക്കുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2 വീട് വേണം. ഇവിടെ വെളിച്ചെണ്ണ ഇരിക്കുന്ന കണ്ടോ? മില്ലിന്ന് മേടിച്ച് അസൽ വെളിച്ചെണ്ണയാണ്. ആട്ടിയിടത്തുനിന്ന് പോയി മേടിച്ചത്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ടെ ഇച്ചിരി കരിയേപ്പില ഇട്ട് കൊടുത്തിട്ടേ. ഏത് വെളിച്ചെണ്ണയാണെങ്കിലും ഇതിപ്പോ ഉരുക്കിയൊന്ന് ഒഴിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കഷ്ണമായിട്ട് ഇങ്ങനെ പോരുക. മതി. ഒത്തിരി വെളിച്ചെണ്ണ എണ്ണയുണ്ട് നല്ലപോലെ കറിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. രാവിലത്തെ കപ്പ വേവിച്ചിരിപ്പുണ്ട്. അത് നല്ലപോലെ കടുക് വറുത്ത് ചൂടാക്കി എടുക്കാം.
കപ്പയും കറിയുണ്ട്. ചിക്കനും ആ കപ്പയും ചിക്കനും നോക്കാം. എനിക്ക് ഓർമ്മ മതി. ചോറ് മതിയോ? ചോറുണ്ട്. ഇന്നേ ഞാനും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കപ്പ തിന്നെ. അതുകൊണ്ട് ഞങ്ങളും കാര്യമായിട്ട് തിന്നില്ല. ഞാൻ അമ്പലത്തിലൊക്കെ പോകേണ്ടതുകൊണ്ട് മീനൊന്നും കൂട്ടിയില്ല. അപ്പൊ വൈകുന്നേരം ബാക്കിയുള്ളവരെല്ലാം കൂടെ കപ്പയും ചിക്കനും ഒക്കെ ഒന്ന് തിന്നു. ഞങ്ങളിപ്പോ കഴിച്ചോളാം, ചൂടാക്കി. അപ്പം നിനക്ക് വേണ്ടേ? എനിക്കോ? എനിക്ക് ശാലം മതി. ഏതാ പോയ വഴിന്ന് കഴിച്ചല്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടില്ലായിരുന്നു. അതിന് ഇവിടുന്ന് ചോറുണ്ടല്ലോ. അല്ല അതാ പറഞ്ഞ ഉണ്ടായിരുന്നോണ്ട് വിശക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ദോശ എന്നാലും കുഴപ്പമില്ല. ശകലം കപ്പയും ചിക്കനും. ഇത് നമ്മളെ കപ്പ കടുക് വറക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതിനകത്തോട്ട് ഇത് എണ്ണ ചൂടായി, അതിനകത്ത് കുത്തരി ഇടാം. കുത്തരി പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഇതിനകത്ത് ഇടുവോ? പിന്നെ കപ്പ ചൂടാക്കുന്നതിന് കുത്തരി ഇടും. ആ അപ്പൊ കടുക് കൂട്ടുന്നു. ഉള്ളിയും കരിയാപ്പില എടുത്തോ? ഇല്ലല്ലോ, എടുക്കണം അല്ലേ. 2 വത്തലമുളകും കൂടെ മുറിച്ചിടും. ഇവിടെ കപ്പയും കൂടെ ഇട്ടിട്ട് ചൂടാക്കി. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കപ്പയൊക്കെ കഴിക്കാനൊരു. ഇന്നിപ്പോ ആരും ചോറ് തിന്നാൻ കാണുകയില്ല. കുഞ്ഞു മാത്രമേ കാണുള്ളൂ പിടിക്കുന്ന സാധനം. ചൂട് കപ്പ. ഇപ്പം നമ്മുടെ ചൂട് കപ്പയും ചൂട് കറിയും. എന്നാ കുഞ്ഞി ഡ്രോണും വെച്ചോണ്ട് നോക്കിയിരിക്കുന്നത്? ഓടിക്കാൻ വല്ലതും പഠിച്ചോ? ഓടിക്കാനൊക്കെ അത്യാവശ്യം പഠിച്ചു. ഇതിപ്പോഴേ ഇതിന്റെ ഗിംബലേ അങ്ങ് വർക്കാവുന്നില്ല, സ്റ്റെക്കായി ഗിംബല്. അതങ്ങനെ ശരിയാ. ഓടിച്ചു നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന്? ഓടിച്ചൊക്കെ നോക്കി, അതിന് കുഴപ്പമൊന്നുമില്ല. ആണോ? ആ ഓടുന്നുണ്ടല്ലേ. ഓടുന്നും തിരിയുന്നും ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓടുന്നൊക്കെ ഉണ്ട്. എന്നെ കാണുന്നുണ്ടോ? ഒരു പരിചയമില്ലല്ലോ അതിന്. അതെ, വർക്കാവുന്നുണ്ടല്ലേ? ആ ഗിംബല് മാത്രമേ വർക്കാവുന്നില്ല. ആണോ? നമ്മുടെ കപ്പയും കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ദിവസമായില്ലായിരുന്നു നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട്. കുഞ്ഞ് മറന്നുപോയായിരുന്നു തോന്നുന്നു ചിക്കൻ്റെ കാര്യം. ഞാൻ മറന്നുപോയി. ഇന്ന് പിന്നെ അന്നേരം ഒരു കാര്യമുണ്ട്, മുട്ട ഉണ്ടായിരുന്നല്ലോ മിക്ക ദിവസവും. അതാ കുഞ്ഞ് മറന്നുപോയത്. ഇന്ന് മീൻ മേടിക്കാന്ന് പറഞ്ഞതായിരുന്നു അച്ഛ. പിന്നെ ഞാൻ പറഞ്ഞു ഒത്തിരി ദിവസമായില്ലേ ചിക്കൻ മേടിച്ചിട്ട്, അതുകൊണ്ട് മതിയെന്നല്ലേ. ചിക്കൻ മതിയെന്ന്. അത് കുഞ്ഞെ ഓർത്ത് പറഞ്ഞതാ. പിന്നെ എൻ്റെ വലിയ മകനെ ഞാനിന്ന് മുട്ടയൊന്നും കഴിച്ചില്ല, ചിക്കൻ മുട്ട എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ അതെ, ചിക്കനും മുട്ടയും കൂടെ ആകുമ്പോൾ അധികം ആകുകയല്ലേ. അതെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.